കോൺഗ്രസിനെ വഞ്ചിച്ചവൻ നേരെ പോയത് അയ്യപ്പനെ വഞ്ചിക്കാനാണ്. അതോടെ പിടിക്കപ്പെട്ടു. പറഞ്ഞു വരുന്നത്, ശബരിമല സ്വർണ്ണമോഷണത്തിൽ PS പ്രശാന്ത് പ്രതിയായതോടുകൂടി വഞ്ചനയുടെ ഓരം പറ്റിപ്പോകുന്ന നേതാക്കൾക്ക് കിട്ടുന്ന തിരിച്ചടി ചർച്ചയാവുകയാണ്. കോൺഗ്രസ് പാർട്ടി എല്ലാ സ്ഥാനങ്ങളും നൽകി നിയമസഭയിൽ സ്ഥാനാർത്ഥിയുമാക്കി KPCC സെക്രട്ടറി സ്ഥാനവുമൊക്കെ നൽകി നിർത്തിയപ്പോഴാണ് ഭരണമുള്ള പാർട്ടിയെ നോക്കി CPMലേക്ക് പ്രശാന്ത് ചേക്കേറിയത്. അവിടെ പോയത് ആദർശം നോക്കി പണിയെടുക്കാനല്ല, കോൺഗ്രസിനോട് ചെയ്തതിനേക്കാളും വലിയ ചതി ചെയ്യാനായിരുന്നു. അതും അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിക്കാൻ തന്നെ കൂട്ടുനിന്നു. ഇത്രയും കാലം ജനങ്ങൾ ഇത് പറയാതിരുന്നത് ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ PS പ്രശാന്ത് എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് ശബരിമല മോഷണക്കേസിൽ പ്രതിയായിരിക്കുന്നു. ഇനി വെറുതെ വിടില്ല എന്ന് ദേവസ്വം മന്ത്രി K മുരളീധരനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സത്യത്തിൽ വഞ്ചിക്കാനും മോഷ്ടിക്കാനും മനസ്സ് പാകപ്പെടുത്തിയ ആളെ പിണറായി വിജയൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. പ്രത്യേകം മനസ്സിലാക്കി തന്നെയാണ് അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി പ്രശാന്തിനെ മാറ്റിയത് എന്ന് ഇപ്പോൾ വ്യക്തമാകുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് എല്ലാം നൽകി സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ച ഒരു പാർട്ടിയെ തന്നെ വഞ്ചിച്ചവന് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന സ്ഥാനം നൽകിയതും അതിനുശേഷം ഇപ്പോൾ വ്യക്തമാകുന്ന മോഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. അതോടെ പിണറായി മനസ്സിലുറപ്പിച്ച കാര്യങ്ങൾ നടന്നു. പക്ഷേ PS പ്രശാന്ത് എന്ന വ്യക്തിക്ക് കാലം കരുതി വച്ച ശിക്ഷ കോടതി നൽകാൻ പോവുകയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ദേവസ്വം ഭരണസമിതിയും തന്ത്രിയും ഒക്കെ മുഴുവൻ ഉൾപ്പെടുന്ന ആളുകളെ പ്രതികളാക്കിയിരിക്കുകയാണ് SIT. LDF സർക്കാരിൻ്റെ മറ്റൊരു ഭരണസമിതി കൂടി അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതികളാകുകയാണ്. ഭരണസമിതി അധ്യക്ഷൻ PS പ്രശാന്ത്, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബോർഡ് മുന്നംഗം അഡ്വക്കേറ്റ് അജികുമാർ, തന്ത്രി കണ്ഠര് രാജീവര് എന്നിവരടക്കമാണ് ഇപ്പോൾ പ്രതികളാകുന്നത്. 1998 സ്വർണം കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക പാളികൾ അത് 2019 നിറം മങ്ങി എന്ന കാരണം പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശുന്നു. ആ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരെന്നത് ചെമ്പ് പ്ലേറ്റുകൾ എന്ന് രേഖപ്പെടുത്തി അനുമതി സംഘടിപ്പിച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥരായിരുന്നു. സ്വർണ്ണപ്പാളി എന്നത് ഒഴിവാക്കി നേർത്ത പാളിയിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവന്നതാണ് പിന്നീട്. ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കവർച്ച ചെയ്തു. 40 വർഷത്തെ വാറണ്ടി ഉണ്ട് എന്ന സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി. എന്നാൽ 2023 സ്വർണം നിറം മങ്ങി തുടങ്ങി, ചെമ്പെല്ലാം പുറത്തു വന്നു. ഈ കൊള്ള മറച്ചു വെക്കാൻ 2023 മുതൽ ഭരണസമിതി, അതായത് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അറിവോടെ ഗൂഢാലോചന തുടങ്ങി. സ്വർണം അപഹരിച്ചതായി അറിഞ്ഞിട്ടും PS പ്രശാന്ത് അധ്യക്ഷനായ ഭരണസമിതി അത് മറച്ചു വെച്ചു. അതുതന്നെയാണ് ഏറ്റവും വലിയ അയ്യപ്പ നിന്ദ. 2025 ദേവസ്വം മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെയോ സ്പെഷ്യൽ കമ്മീഷണറെയോ അറിയിക്കാതെ ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് ദ്വാരപാലക പാളികൾ കടത്തിക്കൊണ്ടുപോയി. നമുക്കറിയാം, ഈ സത്യമെല്ലാം പുറത്തു വന്നതോടുകൂടി പ്രശാന്തിനെ ഏകദേശം 4 മാസങ്ങൾക്ക് മുൻപേ തന്നെ SIT ചോദ്യം ചെയ്തതാണ്. അന്ന് തന്നെ ഇതിൻ്റെ തെളിവുകളെല്ലാം ലഭിച്ചതുമാണ്. പക്ഷേ അന്ന് ഭരണം പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു. അകത്ത് കിടത്താൻ പിണറായി വിട്ടില്ല. അല്ലെങ്കിൽ തൊട്ടു മുൻപത്തെ ദേവസ്വം പ്രസിഡന്റുമാരായ പത്മകുമാറും വാസുവും കിടന്നതുപോലെ പ്രശാന്തും കിടക്കേണ്ടതായിരുന്നു. എന്നാൽ കാലം മാറി, ഭരണം മാറി. അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച ഒരുത്തനെയും വെറുതെ വിടില്ലെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയുടെ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. അതുകൂടെ പ്രശാന്തിൻ്റെ കാര്യത്തിൽ തീരുമാനവുമായി. 4 മാസങ്ങൾക്ക് മുൻപ് തന്നെ SIT കണ്ടെത്തിയ കാര്യങ്ങൾ, അന്ന് പിണറായിയെ പേടിച്ച് SITക്ക് പുറത്തു പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ഇന്ന് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി നൽകിയിരിക്കുന്നു. അതായത് 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ അളവ് കുറച്ച് സ്വർണം പൂശിയ നടപടി മറച്ചു വെക്കാൻ ഈ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. വെറുതെയൊന്നും ഒരാൾ ഈ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അധികാരമോഹവുമായിട്ടാണ് PS പ്രശാന്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ വഞ്ചിച്ച് അധികാരമുള്ള CPMലേക്ക് പോയത്. അധികാരം ലഭിച്ചപ്പോൾ സാമ്പത്തിക മോഹം വേറെയായി വന്നു. കോൺഗ്രസിലായിരുന്ന പ്രശാന്ത് ഒരു വിശ്വാസിയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ CPM അധികാരം നൽകിയപ്പോൾ വിശ്വാസമെല്ലാം പോയി. സാക്ഷാൽ അയ്യപ്പൻ്റെ സ്വർണത്തിനുമേലായി കണ്ണ്.
ഏതായാലും കോൺഗ്രസിൽ നിന്നും വന്ന് വർഷങ്ങൾ തികയുന്നതിന് മുൻപ് തന്നെ പ്രസിഡന്റായ പ്രശാന്തിന് ഒറ്റയ്ക്ക് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിക്കാൻ കഴിയുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതെല്ലാം അദ്ദേഹം പുറത്തു പറയേണ്ടി വരും. പത്മകുമാർ പറഞ്ഞതുപോലെ ദൈവതുല്യരായ ആളുകൾ ഇതിലും ഉണ്ടാകും. അതും പ്രശാന്തിന് പുറത്തു പറയേണ്ടി വരും. കാരണം ഇത് അയ്യപ്പൻ്റെ മുതലാണ്. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട കൃത്യമായ പദ്ധതിയിലൂടെയാണെന്ന് SIT കണ്ടെത്തിക്കഴിഞ്ഞു. അതിലാണ് പ്രശാന്ത് കൂട്ടുനിന്നത്. ആ മുകളിലുള്ള ദൈവതുല്യൻ്റെ പേര് പറഞ്ഞാൽ അത്രയും നല്ലതാണ്. ഏതായാലും വഞ്ചിക്കാൻ പഠിച്ചവൻ അത് വിടില്ല. കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ചാൽ ആരും ചോദിക്കില്ല, 51 വെട്ടും ഉണ്ടാകില്ല. എന്നാൽ അയ്യപ്പനെ വഞ്ചിച്ചതോടെ പണി പാളി എന്നുറപ്പിക്കാം.